ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് നമ്മുടെ സ്വന്തം മഹീന്ദ്രയുടെ മേജറാണ്. അപ്പോൾ മേജറിൻ്റെ പ്രത്യേകത ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് പവർഫുൾ വാഹനമൊക്കെ നമുക്ക് ഹിൽ സ്റ്റേഷനിലൊക്കെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റാവുന്ന ടെർബോ ചാർജ്ഡ് എഞ്ചിനായിട്ടുള്ള മഹീന്ദ്രയുടെ MD150 എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ എന്താ പറയുക, ഒരു റഗഡ് ഫീൽ വരുന്നത്, റഗഡ് ലുക്ക് വരുന്നത്, അതുപോലെ റഗഡ് ഡ്രൈവിംഗ് ഒക്കെ തരുന്ന വാഹനം തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2010 മോഡലാണ്. 10 മോഡൽ വാഹനമാണ്. സെക്കൻഡ് ഓണറാണ് ഈ വാഹനം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു വാഹനം ഫുള്ളൊന്ന് കണ്ടു വരാം. അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു മഹീന്ദ്രയുടെ മേജർ എത്തിക്കാൻ പോകണം. ഉണ്ടോ, മേജർ ഇത് 550 MDA ആണ്. ഈ ഒരു വാഹനം നോക്കാം. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് മോഡൽ വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി തോന്നി, ഒരു കൗതുകം തോന്നി, അതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഇത് മോഡൽ അത്യാവശ്യം മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ 76,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വീഡിയോയിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കും. ഇത് ഇഷ്ടമുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹൈ റേഞ്ച് ആ മേഖലയിലാണ് മെയിനായിട്ട് ഈ മേജർ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കാണപ്പെടാറ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു വാഹനം വന്നെത്തി, അതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോകണം. ഫസ്റ്റ് തന്നെ ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കിയേക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 76,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ 550 MDA ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിക്കപ്പും പവറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോയേക്കാം. ഫസ്റ്റ് തന്നെ ടയറും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ നമ്മൾ ടയർ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഒരു 70% ടയേഴ്സ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കാം, ബമ്പേഴ്സും കാര്യങ്ങളും നോക്കാം. ഇതൊക്കെ ഫുൾ മെറ്റലായതുകൊണ്ട് നമുക്ക് ഈ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിവിടെ രണ്ടാൾക്കാരൊക്കെ ഇരുത്തിയിട്ടൊക്കെ പോകാം. അതിന് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നിയമപരമായിട്ടും തെറ്റാണെങ്കിലും നമുക്കിവിടെ അത്യാവശ്യം ഇപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, വാഹനം ബാക്കിൽ ഫ്രണ്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം രണ്ടാൾക്കാർ ലോഡും കാര്യങ്ങളൊക്കെ ഇവർ കയറ്റാറുണ്ട്. അതേപോലെ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നോക്കാം, ഗ്രിഡ്ലും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഹെഡ് ലാംപ്സാണ്. അതേപോലെ ഇവിടെയും നമുക്ക് വീൽ ആർച്ചും കാര്യങ്ങളും നോക്കാം. കണ്ടോ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒരു നല്ല രീതിയിൽ തന്നെ ബോഡി വാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീറ്റാക്കാവുന്ന വണ്ടിയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കാം. ഇവിടെ കുറച്ച് ഗ്രിപ്പ് പോയിട്ടുണ്ട്. നമുക്ക് 65% ഗ്രിപ്പ് മാത്രമേ നമുക്ക് നിൽക്കുന്നുള്ളൂ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെ മെയിനായിട്ട് നമുക്ക് പാച്ചിങ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഭാഗങ്ങളാണിത്. ഇവിടെയൊക്കെ നോക്കിയേക്കാം. ഗ്ലാസിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഞാൻ പയ്യെ ക്യാമറ ഒന്ന് സ്ലോയിൽ പോകുന്നുണ്ട്, ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. ആണോ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കാം, എഡ്ജും കാര്യങ്ങളും നോക്കിയേക്കാം. ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഒറ്റ നടത്തി കാണുന്നില്ല. ഇതിൻ്റെ ഡൗൺ സൈഡ് കാണണമെന്ന് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഡൗൺ പോർഷൻ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 80% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 16 ഇഞ്ച് ടയേഴ്സ് വന്നേക്കണം. ഉണ്ടോ, ബാക്ക് സൈഡിലേക്ക് വരാം. ഇത് സോഫ്റ്റ് ടോപ്പാണ്. ആടോ, ഹാർഡ് ടോപ്പ് എന്ന് പറയാനൊന്നുമില്ല, സോഫ്റ്റ് ടോപ്പാണ് ഈ കിടക്കുന്നത്. അതുകൂടാതെ തന്നെ സീറ്റൊക്കെ കുറച്ച് കുഷനും കാര്യങ്ങളൊക്കെ ഇരിക്കണം. അത് ഇവിടെ പൊടിയും കാര്യങ്ങൾ ഇപ്പോൾ വാഹനം വന്നിട്ടുള്ളൂ, ക്ലീനും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അത് ജസ്റ്റ് വാഷ് ചെയ്താൽ പോകുന്ന കാര്യമുള്ളൂ. കൂടാതെ സ്പെയർ വീല് കാര്യമായിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് നോക്കിയേക്കാം. എഡ്ജാണ് മെയിനായിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ നോക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റണം. ഇവിടെ നമുക്ക് കാണാം CL 550 MDI എന്ന് പറഞ്ഞ ബാഡ്ജും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കിയേക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഗ്രിപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് കണ്ടോ, ഒരു 75% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ടേക്കാം. ഇവിടെ ചെറിയ രീതിയിൽ പൊടിക്ക് നമുക്ക് ലൈൻ പാച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് കുഴപ്പമായിട്ട് കാണുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ചെറിയ പാച്ച് കാര്യങ്ങൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ സീറ്റ് നോക്കാം. സീറ്റ് കുഴപ്പമില്ല സീറ്റാണ്. പിന്നെ കീറുകളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ ഇവിടെ നോക്കാം, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഡാഷ് നോക്കിയേക്കാം. ഡാഷും ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ഒരുപാട് ആൾക്കാർ കാണേണ്ട ആവശ്യമുണ്ടാകും. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. കാരണം ഇവിടെ വിനയിലും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ കാണാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ സൈഡ് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് മഹീന്ദ്രയുടെ 550
MDയുടെ ആ ഒരു ബാഡ്ജിങ് മോഡൽ നമ്പറും ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിലെ പ്ലാറ്റ്ഫോം നോക്കിയേക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതുപോലെ റൂഫും നോക്കിയേക്കാം. റൂഫിലൊക്കെ അഴുക്കുണ്ട്. അത് ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ വാഹനം നീറ്റാവും മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമുക്കിനി ഇതിൻ്റെ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മഹീന്ദ്ര മേജറിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ അധികം ഒന്നും റിവ്യൂ ചെയ്യാത്ത വാഹനമായതുകൊണ്ട് തന്നെ ഒരു കൗതുകമാണ് കാണുമ്പോൾ തന്നെ. കണ്ടോ, നല്ല വലിയ എൻജിനാണ്. നോക്കാം. അതേപോലെ ഇതിൻ്റെ എല്ലാ ഭാഗവും കാര്യമായിട്ടുള്ള ബഹളങ്ങളോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. മറ്റുള്ള വാഹനം നോക്കാൻ ഒരുപാട് വയറും കാര്യങ്ങളും കിറ്റും പ്ലഗും കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. അതൊക്കെ തന്നെ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. ഹൈലൈറ്റ് എന്നല്ല, നമുക്ക് ഒരു കൗതുകം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ബാറ്ററിയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്ററിയും ഫങ്ഷനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളിലേക്കൊന്ന് പോയേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മഹീന്ദ്രയുടെ ഈ ഒരു വാഹനം മേജർ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹിൽ ഏരിയ അല്ലെങ്കിൽ ഒരു ക്രേസാണ് ഈ വാഹനം. നമുക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയാണ്. ചെറിയ രീതിയിൽ അവിടെയൊക്കെ നമുക്ക് ഞാൻ പാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഓടിച്ചു നടക്കാൻ പറ്റാവുന്ന വാഹനം തന്നെയാണിത്. ഇത് മീറ്ററിനകത്ത് 76 അറൗണ്ടൊക്കെയാണ് കിലോമീറ്റർ കാണിക്കണം. പക്ഷേ അത് എന്താ പറയുക, നമുക്ക് അറിയില്ല അതിൻ്റെ എന്താ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ചെറിയ രീതിയിൽ നെഗോസിയേഷനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബ് എടുത്ത് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഈ ടെർബോ ചാർജ്ഡ് ആയിട്ടുള്ള മേജർ MD 150യുടെ റേറ്റ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 3.80 lakhs, 3,80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു മേജറിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ.